കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഷെമ്മീസ് കട്ട് ചെയ്തല്ലോ. അപ്പോൾ അതിന് കട്ട് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ ഇതിനു വേണ്ടി ഒരു ബോ, ഷെമ്മീസിൻ്റെ ഫ്രണ്ടിലൊരു ബോ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് 6 ഇഞ്ച് നീളത്തിൽ 4.5 ഇഞ്ച് വീതിയിലും ഒരു തുണി എടുത്തിട്ടുണ്ട്. അത് 2 മടക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിവർത്തിയിട്ടിട്ടാണെങ്കിൽ 12 ഇഞ്ച് നീളത്തിലും 4.5 ഇഞ്ച് വീതിയിൽ അതിനെ 2ആയിട്ട് ഇങ്ങനെ മടക്കണം. ഓക്കെ, മടക്കിയതിന് ശേഷം നമുക്കിത് ഇവിടെ നിന്ന് ഈ 3 സൈഡും അങ്ങ് അടിക്കാം. നമ്മൾ അടിച്ചു നൂല് കട്ട് ചെയ്യണേ. എന്നിട്ട് ഇനി നമുക്ക് തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കുന്നത് ആദ്യം ചീത്തവശത്തിൻ്റെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മറിച്ചെടുത്താൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തിരിച്ചെടുക്കണം. ഏതെങ്കിലും ഒരു സൈഡ് ഇച്ചിരി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു സംഭവം ഇട്ടിട്ട് പേനയോ ഈ കോർണർ ഭാഗം നീറ്റാക്കണം. കണ്ട, ഇതേപോലെ 4 പോയിൻറ്റും റെഡിയാക്കണം. കണ്ടല്ലേ, നമ്മൾ ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കണ്ട, ആദ്യം ഇതിനെ 2ആയിട്ട് ഇങ്ങനെ മടക്കണം. എന്നിട്ട് വീണ്ടും ചെറുതായിട്ട് ഇതേപോലെ നമുക്ക് ഒന്നി മിഷൻ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ തുന്നിയെടുക്കാം. എന്നിട്ടൊരു ഞാനിപ്പോൾ അത് അല്ലെങ്കിൽ നൂല് വലിച്ചായിട്ട് ചെയ്യാം. ആദ്യം എന്താ ഈ നൂല് വലിച്ച് ചെയ്യാം കേട്ടോ. സെൻറ്റർ ഭാഗം കൂടെ ഒരു തയ്യലെടുക്കാം. അപ്പോൾ അതാകുമ്പോൾ എളുപ്പം. ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ലോങ് സ്റ്റിച്ച് ഇടുക. സെൻറ്റർ കൂടെ ഒരു തയ്യൽ കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി നൂല് നീളത്തി വലിക്കണം. എന്താ വലിച്ചതിന് ശേഷം ഇവിടെ വെച്ചാൽ കട്ട് ചെയ്യും. എന്നിട്ട് ഈ മുകളിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു നൂലിനെ എടുത്ത് വലിച്ചാൽ മതി. നൂലിനെ വലിച്ച് ഇങ്ങനെ ഈ ഒരു ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ആ നൂല് കൊണ്ട് തന്നെ ഇങ്ങനെ കെട്ടിട്ട് വെക്കാം. ആ വലിക്കുന്ന നൂല് കൊണ്ട് തന്നെ കെട്ടിട്ട് നിർത്താം. എന്താ എന്നിട്ട് അത് കട്ട് ചെയ്താൽ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഷോ ബട്ടൺ വെക്കുക.
ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിക്കോട്ടെ. ഇതിനെ ഫ്രണ്ട് പീസും ബാക്ക് പീസും എടുത്തിട്ട് ഇതിൻ്റെ ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്യണം, തോൾ ഭാഗം ജോയിൻ ചെയ്യുക, ഇവിടുന്ന് ഇടം വരെ. രണ്ട് വശവും ജോയിൻ, 2 പ്രാവശ്യം അടിക്കണം കേട്ടോ. 2 വശമല്ല, തോൾ ഭാഗം 2 പ്രാവശ്യം അടിക്കണേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ആം ഹോളിൻ്റെ സൈഡ്, ഈ ഒരു സൈഡ് അരി മടക്കിയിട്ട് ആദ്യം ഒരു മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കണം. ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കണം. എന്നിട്ട് ആ മടക്കിൻ്റെ എൻഡിൽ കൂടെ അടിക്കണം കേട്ടോ. ആദ്യം ഒന്ന് മടക്കി എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കി അടിക്കണം. ഒരേ വീതിക്ക് അടിക്കണേ. അങ്ങനെ ഒരു കൈക്കുള്ള ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് കൂടെ അടിക്കാം. ഇപ്പുറത്തെ കൈയുടെ നമുക്ക് റൗണ്ട് കൂടെ അടിച്ചെടുക്കാം. ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കുക. ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കി ആദ്യം മടക്കുന്നത് പോലെ വേണം അടിച്ചു പോകാനായിട്ട്. ഇനി നമ്മൾ നെക്കിൻ്റെ ഭാഗം അടിക്കുന്നു. നെക്ക് ഭാഗം അടിക്കുമ്പോൾ സൂചി ഇങ്ങനെ പൊക്കിയിട്ട് കേട്ടോ പതുക്കെ തുണി ആ ഉള്ളിലോട്ട് കയറണം. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അടിച്ചു പോകണം. കണ്ടോ, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ചു പോകണം. തോളിൻ്റെ ആ ഭാഗത്തു നിന്ന് ആ തയ്യത്തുമ്പോൾ അങ്ങോട്ട് വെച്ച് ഇതേ രീതിയിൽ കണ്ടോ മടക്കി അടിക്കും. ചെറുതായിട്ട് മടക്കിയിട്ട് വേണം നമ്മൾ കൈയുടെ ഭാഗം മടക്കിയില്ലേ അതേപോലെ ആ വീതിക്ക് മടക്കണം കേട്ടോ. അങ്ങനെ മൊത്തം അടിച്ചെടുക്കണം കഴുത്തിൻ്റെ ഭാഗം. ചുളുങ്ങ് വരരുത് കേട്ടോ. അതേപോലെ മടക്കി നമുക്ക് അടിച്ച് വൃത്തിയാക്കണം.
അതുപോലെ തന്നെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ജോയിൻ ചെയ്യില്ല, ആ തയ്യൽ തുമ്പ് ആദ്യത്തെ ജോയിൻ ഇങ്ങോട്ട് ഇരിക്കണമെങ്കിൽ ഈ കഴുത്തിൻ്റെ ഭാഗത്തും നമ്മുടെ സൈഡിലോട്ട് ഇരിക്കണം. ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കരുത് കേട്ടോ. കഴിഞ്ഞ് നമുക്ക് നൂല് വെട്ടാം. നമ്മൾ കൈയുടെ ഭാഗം അടിച്ചു കഴിഞ്ഞു. ഇതാ കൈയുടെ ഭാഗം അടിച്ചു കഴിഞ്ഞു, രണ്ട് സൈഡും കൈയുടെ ഭാഗം അടിച്ചു. നെക്ക് ഭാഗം അടിച്ചു കഴിഞ്ഞു, കണ്ടല്ലേ? നെക്കും അടിച്ച് കൈക്കുഴിയുടെ ഭാഗം അടിച്ച്. ഇനി നമുക്കിത് സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. നല്ല വശം ഇങ്ങനെ വെച്ചതിന് ശേഷം അകത്തോട്ട് വെച്ചിട്ട് ചീത്ത വശം പുറത്ത് വയ്ക്കണം. നമ്മൾ 1 ഇഞ്ചല്ലേ തയ്യൽത്തുമ്പോട്ടെ, ആ 1 ഇഞ്ച് തന്നെ ഇട്ട് സ്റ്റിച്ച് ചെയ്യണം. തയ്യൽത്തുമ്പോൾ ആദ്യം ചെയ്യുമ്പോൾ കെട്ടിട്ടടിക്കണം കേട്ടോ. തുടക്കത്തിൽ കെട്ടിട്ടടിച്ച് ആ ഷേപ്പിൽ പോകണം. ഇങ്ങോട്ട് വരുമ്പോൾ ആ വീതി കുറച്ച് പോകണം. എന്നിട്ട് നമുക്ക് അവിടെ നിർത്തിയിട്ട് സൂചി തുണിയിൽ നിർത്തി ഒരടി കൂടി എടുക്കുക. ഇപ്പുറത്തെ സൈഡും അതേപോലെ അടിക്കുക. 1 ഇഞ്ച് അതേപോലെ അത് നോക്കുക. ഈ റിഗാളും കൂടെ അല്ലെങ്കിൽ കയറി ഇറങ്ങി പോകുമ്പോൾ നോക്കുക. തയ്യൽത്തുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുണ്ട്. ഇത് രണ്ടും കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം രണ്ട് കൈക്കുഴിയും കറക്റ്റ് വെച്ചതിന് ശേഷം ആദ്യം ചെയ്തതനുസരിച്ച് ആ വണ്ണത്തിലടിച്ച് പോകും. അന്നേരം ഒരേ റൗണ്ടായിരിക്കും, കൂടിയും കുറഞ്ഞും പോകില്ല കേട്ടോ. ഇതേപോലെ പുറത്തെ സൈഡ് കൊണ്ട് അടിക്കാം. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ട് സൈഡ് രണ്ടും അടിച്ച് ഇനി നമുക്ക് എന്താ അവിടെ അടിഭാഗം അടിക്കണം അല്ലേ? അടിഭാഗം ആ ഷേപ്പിൽ അടിച്ചു പോകണം കേട്ടോ. നമ്മൾ റൗണ്ട് ചെയ്തല്ലേ ഒരു ഇഞ്ച് കയറ്റി കർവ് ചെയ്തേക്കുന്നില്ലേ, അതേ രീതിയിൽ തയ്ച്ച് പോകണം. അപ്പോൾ അവിടെ നിന്ന് തന്നെ അടിക്കണം. ആ സെൻറ്ററിൽ നിന്ന് അടിച്ചു പോകണം, ജോയിൻ ചെയ്ത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഭാഗമൊക്കെ ആദ്യം ഒന്ന് മടക്കി അടിക്കുക. അപ്പോൾ നമുക്ക് ചുളിവില്ലാതെ നല്ലോണം അടിക്കാം. ആദ്യം ഒരു റൗണ്ട് അടിക്കുക.
വീണ്ടും ഒന്നുകൂടെ മടക്കുക. അന്നേരം നമുക്ക് നല്ല ഭംഗിക്കൂടെ കിട്ടും. ഇത് അടിഭാഗം നല്ല ചുളിവില്ലാതെ തയ്ക്കാൻ പറ്റും. ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയിരിക്കും കേട്ടോ. ആ വീതിക്ക് തന്നെ മടക്കിയെടുക്കും. നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. കണ്ടില്ലേ? നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ ഈ ഒരു ബോയ് കൂടെ വെച്ചാൽ കണ്ട നമ്മളിവിടെ ഒരു 8 ഇഞ്ചെല്ലാം ഇവിടെ മാർക്ക് ചെയ്തില്ലേ, ആ വേസ്റ്റ് ഭാഗത്ത് ഇടത്ത് വശത്തോട്ട് ഇതേപോലൊരു ബോ വെച്ച് കൊടുക്കാം. അപ്പം നല്ല ഭംഗിയാണ്. വെറ്റിക്കോട്ടായാലും പിള്ളേർ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഷോ ബട്ടൺ കൂടെ വെച്ചാൽ നല്ല. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിതിൽ ബോ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ ഒരു ചെറിയ ഇതേപോലെ ഞാനൊരു കഷ്ണം എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ട് അകത്ത് ഈ ഭാഗത്ത് കണ്ട ഇതിൻ്റെ ഈ ബോയുടെ ഈ സെൻറ്റർ ഭാഗത്ത്, അതായത് വേസ്റ്റ് ഭാഗത്ത് വരും. ഇവിടെ നിന്ന് അകത്തോട്ടൊരു മാർക്ക് ചെയ്ത് ഈ എലാസ്റ്റിക് അവിടെ വെക്കണം. മാർക്ക് ചെയ്യുക. ഈ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബാക്കും ഫ്രണ്ടും കൂടെ ചേർത്ത് ഒരു സൈഡിൽ നിന്ന് അടിക്കണം. എലാസ്റ്റിക് ഇങ്ങനെ വെച്ചതിന് ശേഷം എലാസ്റ്റിക് വലിച്ചു പിടിക്കണം കേട്ടോ. എന്നിട്ട് ബാലൻസ് നമുക്ക് വേണ്ടുന്ന അത്ര അടിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു 4-5 എടുത്തോളൂ. ഇവിടെ അമ്മ തിരിച്ചുരുക്കി വരും, വണ്ണം ടൈറ്റും ആവില്ല, ഭംഗിക്ക് കിടക്കും. നൂലെല്ലാം കട്ട് ചെയ്യാം. കണ്ടില്ലേ? ചെയ്ത് നോക്കാം കേട്ടോ.